എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാമായിരുന്ന വ്യക്തികൾ നിങ്ങളെ ചതിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലത്തിൽ അവരുടെ തിരിച്ചുവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം. നിങ്ങളെ തേടി അവർ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. നമുക്ക് ഓരോ നക്ഷത്ര ജാതകരെക്കുറിച്ചും മാർച്ച് മാസത്തിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഇവരെ കാത്തിരിക്കുന്ന നക്ഷത്രഫലങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ അറിഞ്ഞിരിക്കാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹയോഗവും കാണുന്നുണ്ട്. പ്രേമബന്ധങ്ങളിൽ വിള്ളൽ വീണവർക്ക് വീണ്ടും ഒരുമിക്കാനുള്ളൊരു അവസരമാണ് ഈ നക്ഷത്ര ജാതകരിൽ കാണുന്നത്. സാമ്പത്തികമായി സാമാന്യം മധ്യമ ഐശ്വര്യം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നതാണ്. ശനിയുടെ സ്ഥിതി മൂലം തടസ്സം മാറി ഉദ്യോഗം ലഭിക്കാൻ യോഗവും ഭാഗ്യവും കാണുന്നു. സൽകീർത്തി, സന്താനങ്ങൾക്ക് ഐശ്വര്യം, വ്യവഹാരങ്ങളിൽ നിന്ന് വിജയം, ബന്ധുക്കളുമായിട്ട് കൂടുതൽ അടുപ്പം, കുജസ്ഥിതി മൂലം ഭൂമി വിൽക്കാൻ യോഗം എന്നിവയുണ്ട്. വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റം വരും. ആചാര്യസ്ഥാനത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും അനുകൂല അവസ്ഥകളും ഉണ്ടാകും. ഉല്ലാസയാത്രകളും പുണ്യസ്ഥല സന്ദർശനവും നടത്താൻ നല്ല സമയമാണ്. ബാങ്ക് വായ്പകൾക്ക് അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. ശാരീരിക മാനസിക സുഖം അനുഭവപ്പെടും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന, മുരുകന് പഞ്ചാമൃത അഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമാകും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കുള്ള തർക്കവും താമസവും ഒഴിവായി കിട്ടും. ഇതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷങ്ങൾ. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉള്ള അകൽച്ചകളൊക്കെ മാറി തുടങ്ങും. യാത്രകളിൽ ധനം, ആഭരണാദി കാര്യങ്ങൾ എന്നിവ നഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. സ്വയം തൊഴിലിൽ അല്പാൽപം നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ സുഹൃത്തുക്കളുമായിട്ട് കച്ചവട ബന്ധത്തിന് അനുകൂല സമയമാണ്. യന്ത്രവ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവ നടത്തുന്നവർക്ക് അല്പം ആശ്വാസകാലമാണ്. സൽജനങ്ങളിൽ നിന്ന് കാര്യലാഭം, ബന്ധുജന സമാഗമം ഇവ അനുഭവത്തിൽ വന്നു ചേരും. പുതിയ സംരംഭങ്ങളോ കരാറുകളോ താൽക്കാലികമായി നിർത്തിവെക്കണം. ധനാഗമം ഉണ്ടാകും. തുല്യമായ വ്യയവും വന്നു ചേരും. ചെറിയ ചെറിയ യാത്രകൾക്ക് അനുകൂല അവസ്ഥയാണ്. നാണ്യവിളകൾ സംഭരിച്ചു വെക്കുന്നത് പിന്നീട് ലാഭവും നേട്ടവും ഈ നക്ഷത്ര ജാതകർക്ക് സമ്മാനിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ശ്രീകൃഷ്ണന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. വരും ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവരെ സാമ്പത്തികമായിട്ട് പറ്റിച്ചിട്ട് പോയ വ്യക്തികളോ പ്രണയബന്ധങ്ങൾ വിട്ടെറിഞ്ഞു പോയ വ്യക്തികളോ ഇവരെ തേടി വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തെറ്റ് മനസ്സിലാക്കി ഇവരോട് ക്ഷമ ചോദിക്കാനും തയ്യാറായിട്ടായിരിക്കും ഈ നക്ഷത്ര ജാതകർ വരുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്കിനിയുള്ള ദിവസങ്ങൾ ഇവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടും ഇനിയുള്ള സ്നേഹിതരിൽ നിന്നും സഹായം ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ്. ഗൃഹം മോടി പിടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട്. കല, കവിതരചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സൂര്യൻ്റെ സഹായ സ്ഥാനസ്ഥിതി, സ്ഥാനക്കയറ്റം, ഇഷ്ടദേവതാ ചൈതന്യം,
നാനാരീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതി ഉള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാനാകും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി ഭവിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വ്യാഴൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ് ഇവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ ആയില്യം നക്ഷത്രക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തുകയാണ്. സൂര്യൻ 2-ൽ കൂടെ ചൊവ്വയും ബുധശുക്രന്മാരും ഇവർക്ക് അനുകൂലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. 4-ൽ കേതുവും 8-ൽ ശനിയും കർമ്മസ്ഥാനത്ത് സർപ്പനും വ്യാഴനും 12-ൽ ശുക്രനും നിൽക്കുന്നു. കാർഷികം, ഇരുമ്പ്, മെഷീൻ, ഫാം ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, നാൽക്കാലികളെ വളർത്തുന്നവർ എന്നിവർക്ക് സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിന് യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർത്തൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് പോകുന്നതിനുള്ള അവസരം എന്നിവ കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായി വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ വന്നുപെടും. പൂർവികർക്ക് വേണ്ടി പുണ്യസൽക്കർമ്മങ്ങൾ നടത്തുന്നതിന് ഈ കൂറുകാർക്ക് ഐശ്വര്യം ലഭിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ജീവിതത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ നിശ്ചയിച്ച ദിവസം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. സാങ്കേതിക വിദ്യാ പഠനത്തിനും ഉത്തമകാലം തന്നെയാണ്. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം ഇവർക്ക് ലഭിക്കും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂലന സമീപനം ഇവർക്കുണ്ടാകുമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൽക്കാലം വ്യാപാര ബന്ധം മറ്റും പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് ചെന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. ഇനി ചോതി നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. തുലാക്കൂറിൽ കേതുവും 5-ൽ ശനിയും 7-ൽ വ്യാഴനും സർപ്പനും 11-ൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നുണ്ട്. മീനം 2 മുതൽ ദൈവാധീനം ഇവർക്ക് പൂർണ്ണമാണ്. ഗൃഹയോഗം, വാഹനയോഗം, നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഉന്നതങ്ങളുമായിട്ടുള്ള സ്വാത്വിക ബന്ധം എന്നിവ കാണുന്നുണ്ട്. വിദേശത്തുള്ളവർക്കും ഉന്നത അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമായിട്ട് ഭവിക്കും. അതുപോലെ നാണ്യവിളകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ ഇവർക്കുണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. അതിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവ വേദ്യമാകും. സ്ത്രീകൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരത്തിന് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശാസ്താവിന് നീരാജനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അരിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. താൽക്കാലികമായിട്ടുണ്ടായിരുന്ന വ്യാഴൻ്റെ മറവ് ഇവരിൽ നിന്നും മാറിയിരിക്കുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെ കാലമാണ്. സൈന്യം, പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി അനുഭവമാകും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി അനുകൂല സമയം തന്നെയാണ്. പുതിയ പഠനത്തിന് യോഗവും ഉണ്ട്. ക്ഷേത്രഭരണം, ട്രസ്റ്റ്, സൊസൈറ്റി, സഹകരണ സംഘം എന്നിവകളുടെ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ജോലിയിൽ നിന്നും വിരമിച്ചവർ പണം മുടക്കി പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിന് മുതിരരുത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവർക്ക് വിദേശവാസത്തിന് അനുകൂലമാണ്. പുരാതന തറവാടുകളിൽ ജനിച്ചവർക്ക് ഭൂമി തിരികെ ലഭിക്കും. സർക്കാർ റെക്കോർഡുകളിൽ വസ്തു പതിപ്പിച്ചു കിട്ടാനും സാധ്യതകൾ കാണുന്നുണ്ട്.
കാണാതായ വസ്തുക്കൾ തിരിച്ചു കിട്ടും. 45, 50, 55, 60 വയസ്സുകൾ ഉള്ളവർക്ക് പല പ്രകാരേണ നല്ല അനുഭവങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു പ്രീതി വരുത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.